കിട്ടിയൊരു സ്പോട്ട്. വെറുതെയാണോ കുതിരയാണോ മേളിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. ഹായ് ഗൈസ്, ഇറ്റ്സ് മിക്കോ. എല്ലാവർക്കും സുഖമല്ലേ? 2 ദിവസമായിട്ട് നല്ല മഴയൊക്കെ ആയിരുന്നു, അതുകൊണ്ട് എങ്ങോട്ടും പ്രത്യേകിച്ച് പോകാൻ പറ്റിയില്ല. ഇന്ന് നമ്മൾ പോകുന്നതേ കാങ്കോലിനും അരഞ്ചാലിനും ഇടയ്ക്കുള്ള ചൂരൽ എന്ന സ്ഥലത്തുള്ള അരിയിൽ വെള്ളച്ചാട്ടം എന്ന് പറയുന്ന ഒരു വെള്ളച്ചാട്ടത്തിലേക്കാണ്. അരിയിൽ വാട്ടർഫാൾസ്. അതിന് വേറൊരു പേരുണ്ട്, ഹരിതീർത്ഥക്കര വെള്ളച്ചാട്ടം. ആ കാര്യങ്ങൾ നമുക്ക് അവിടെ സംസാരിക്കാം. ഇന്ന് നമുക്ക് ഇങ്ങനെ പോയി നോക്കാം, എങ്ങനെയുണ്ടെന്ന് വഴിയെ കണ്ട് കേട്ട് അറിഞ്ഞ് പോവാം. അങ്ങനെ മാപ്പൊന്നും ഇട്ടിട്ടില്ല പോകേണ്ട ലൊക്കേഷനിലേക്ക്. നമുക്ക് പണ്ടത് പടത്തിൽ പറഞ്ഞ പോലെ ചോദിച്ചു പോവാം. അതാണല്ലോ ട്രാവലിങ്ങിൻ്റെ ഒരു രസം അല്ലേ? നമുക്ക് ഡെസ്റ്റിനേഷനല്ല, ജേണി അത് ആസ്വദിക്കാം. എനിക്കും ഇഷ്ടം അത് തന്നെയാണ്, ജേണി ആസ്വദിക്കാം. ഡെസ്റ്റിനേഷൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല പ്രത്യേകിച്ച്. ഹായ് ഗൈസ്, ഇതാണ് ആ വെള്ളച്ചാട്ടം. കഴിഞ്ഞില്ലേ? ഈ പോകുന്ന സമയവും അങ്ങോട്ട് ലീഡ് ചെയ്യുന്ന വഴികളും നാട്ടിൽ കുറേ കാഴ്ചകളും നാട്ടിൻപുറത്തെ റോഡുകളും ചെറിയ ചെറിയ കടകളും കൊടികളും എല്ലാം കണ്ട് പോവാം. എന്നാലും രാവിലെ തൊട്ട് മഴയ്ക്കൊരു ശമനമുണ്ട് കേട്ടോ. കഴിഞ്ഞ് തകർത്ത് പെയ്യുമായിരിക്കും. അതിനു മുമ്പ് നമുക്ക് പോയിട്ട് വരാം. ഞാൻ ഈ പാസ്സാകുന്ന വഴി ഏതെന്നറിയാമെങ്കിൽ ആർക്കിലറിയാമെങ്കിൽ പറയണം കേട്ടോ. കിടാമുട്ട വണ്ടി വരുന്നുണ്ട്, നിർത്തി കൊടുക്കാം. മെൽമ പഴയ കാലത്തെ റോഡ് പോലെ പൊട്ടിപ്പൊളിഞ്ഞ റോഡ്. ഇപ്പോൾ സത്യത്തിൽ കുറവാണ് റോഡുകളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ കേട്ടോ. ഇവിടെ നിന്ന് വലത്തോട്ട് ഈ വഴി ഇങ്ങനെ അല്ലേ? ഞാൻ പണ്ട് വന്നപ്പോൾ ഒന്നും ഈ വഴി ഇങ്ങനല്ല. ഇത് കൈൻഡ് ഓഫ് മക്കാടം ടാർ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ തിമിരിയാണ് കേട്ടോ. തിമിരി ശിവക്ഷേത്രം നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് വരും. ഇവിടെയാണ് ക്ഷേത്രം. നമ്മൾ നേരെ കുറച്ചപ്പുറത്ത് ചെറിയ ഓഫ് റോഡ് പോലാണ് വഴിയെ. ടാറിങ് കഴിഞ്ഞിട്ട് ഇതുവഴി ഇങ്ങനെ താഴേക്ക് മുകളിലേക്ക് പോകുന്നത് പഴയൊരു വഴിയാണ്. ഇവിടെ എൻട്രൻസ് ഒക്കെ ഫ്രീ ആണ്. ഇതാണ് കേട്ടോ എൻ്റെ പാർക്കിംഗ് പ്ലേസ്. പാർക്കിംഗ് ഇവിടെ ഉണ്ട്. ഇച്ചിരി കഷ്ടപ്പെട്ട് ഇവിടെ വരാൻ വേണ്ടി. വഴിയിൽ മാർക്കിങ്ങുകളൊന്നുമില്ല, അതായത് ബോർഡുകളൊന്നുമില്ല. ഇങ്ങനെ സ്റ്റെപ്പ് കല്ലൊക്കെ പാകിയ ഇത് തന്നെ പാറയാണല്ലോ. ഒരു വഴിയാണ് താഴേക്ക് പോകുന്നത്. നോക്കാം. അത് പറഞ്ഞ് താഴേക്ക് പോകാനാണ് പറഞ്ഞത്. വെള്ളച്ചാട്ടം ഇതെന്താ കഴുതയാണോ കുതിരയാണോ? അല്ല, വെള്ളച്ചാട്ടം ഇങ്ങോട്ട് കാണിക്കുന്നുണ്ട്. 2 ബോർഡ്. നമുക്ക് ഈ വഴി അങ്ങോട്ട് പോവാം. ഇതെന്താ കന്നുകാലി ഫാമാണ് കേട്ടോ. മുകളിൽ വലിയൊരു പട്ടിയുണ്ടായിരുന്നു, ഭാഗ്യം കൂട്ടിയിട്ടിരിക്കുക. ഈ വഴി തന്നെ അല്ലേ വരുന്നത്? ഇവരിത് അങ്ങനെ വരുന്നുണ്ട്. ചെറിയ ഹോട്ടൽ പോലെ എന്തുണ്ട് കേട്ടോ. ചായ കുടിക്കാനായിട്ട് ഒരു സ്ഥലമുണ്ട്, എല്ലായിടത്തെയും പോലെ തന്നെ. ബാക്കി ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു വരുന്നേ ഉള്ളൂ. ഫ്രഷ് ആകാനോ അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും കണ്ടില്ല ഇവിടെ.
ബാക്കി വൺ ടൈം വാച്ചബിളായിട്ടുള്ള സ്ഥലം. ഒരു പ്രൈവറ്റ് സ്ഥലമാണ്. സ്റ്റെപ്പൊക്കെ ഉണ്ട്. പോകാൻ പറ്റും. സ്റ്റെപ്പല്ല, മണ്ണ് വെട്ടി പാതയാക്കിയിട്ടുണ്ട്. എന്നിട്ട് മേളിലേക്ക് പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല. അവിടുന്ന് റോഡ് കണ്ടായിരുന്നു മേളിലേക്ക്. വലിയൊരു വെള്ളച്ചാട്ടമൊന്നുമല്ല, ബട്ട് വെള്ളച്ചാട്ടം. കുറച്ച് കല്ല് ഇറങ്ങാൻ പറ്റും, കുഴപ്പമില്ല. ഒന്ന് കളിക്കാനും ഓടാനും ചാടാൻ പറ്റുന്നൊക്കെ ഒരു സ്ഥലം. ഡെഫിനറ്റ്ലി വൺ ടൈം വാച്ചബിളാണ് കേട്ടോ. ഓക്കെ, അങ്ങനെ വെളിയിൽ നിന്ന് വെള്ളം വന്നിട്ട് ഒരു സ്റ്റെപ്പ്, 2 സ്റ്റെപ്പ്. പ്രത്യേകിച്ച് ഡേഞ്ചറാണ് കേട്ടോ. ഇവിടെ ഉള്ള പാറയാണ്. താഴെ ഒരു റെസ്റ്റോറൻറ്റ് പോലൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ പേരൊക്കെ എഴുതി കൊടുത്ത് അങ്ങ് പോന്നു. ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം. താഴേക്ക് വെള്ളച്ചാട്ടമൊന്നുമില്ല, ഇതൊരു പരന്ന പ്രദേശമാണല്ലോ ഉള്ളത്. എന്തായാലും ഈ പ്രദേശമുള്ളവർക്കൊന്നും വരാൻ പറ്റിയൊരു സ്ഥലമാണ്. ഞാനിച്ചിരി ദൂരെ നിന്നാണ് വരുന്നത്. അപ്പോൾ പിടിച്ച് ഇവിടെ ബോർഡുകളൊന്നുമില്ല, അതാണ് ഇവിടുത്തെ പ്രശ്നം. ബോർഡ് കണ്ടിരുന്ന അടിപൊളിയായിരുന്നു. ബോർഡോ അങ്ങനെ ഒന്നുമില്ല. ചോദിച്ച് വരണം. വ്യൂ നല്ലതാണ്. ചെറിയ കൈവഴിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ കയറി ഇറങ്ങി വരാൻ വേണ്ടി. കൈവഴിയൊന്നും പോകണ്ട, ഇത് തിരിച്ചു പോവാം. മഴ പെയ്യുന്നുണ്ട്. അങ്ങനെ എൻ്റെ ഇച്ചിരി മേളിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. താഴേക്ക് പോകാൻ നോക്കട്ടെ. ഞാനേ നല്ല ഒന്ന് വെള്ളത്തിറങ്ങാൻ നോക്കട്ടെ. ഇറങ്ങണമെങ്കിൽ നല്ല പണിയാണ്. നേരത്തെ പോയ ഘട്ടങ്ങളിലെ പോലെ വലിയ എങ്കോര ശബ്ദമൊന്നുമില്ല കേട്ടോ. എന്നാൽ അവിടെയൊക്കെ ചെറിയ ചെറിയ കല്ലുകളായിരുന്നു. ഇവിടെ നല്ല പാറയാണ്. ഇത് പാറ പൊട്ടിച്ച പോലെ സ്ഥലമാണ്. ആഹാ, വെള്ളം കുഴപ്പമില്ല കേട്ടോ. പക്ഷേ വെള്ളത്തിന് ചെറിയ ചൂടാണ്, തണുപ്പൊന്നുമില്ല. ഇവിടെ മറ്റേ പാസ് വെള്ളം അടിച്ചിറങ്ങുന്നുണ്ട്. ഇറങ്ങാൻ പറ്റും കേട്ടോ. ചെറുതായിട്ട് ഇറങ്ങി ഒന്ന് എൻജോയ് ചെയ്ത് അടിപൊളിയാക്കാൻ പറ്റിയ സ്ഥലമാണ്. ഇതേ കലക്കലുണ്ട് വെള്ളത്തിന്. ഇത് അപ്പുറേനെ ഇപ്പുറേനാന്ന് അറിയത്തില്ല. തദ്ദേശവാസികൾക്കൊന്ന് വരാൻ ഉള്ളതുകൊണ്ട് പുറമേന്ന് വരാനുള്ള അത്രയും വലിയ സാധനമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. പക്ഷേ അതിൻ്റെ അടിയിലൊക്കെ പോയാൽ ചിലപ്പോൾ ഒരു രസം ഉണ്ടാകും കേട്ടോ. നമ്മൾ എന്നത്തെയും പോലെ ഇന്നും ഒറ്റയ്ക്കാം. അതുകൊണ്ട് ജസ്റ്റ് വെള്ളത്തിലിറങ്ങി അതിൻ്റെ ഒരു ഫീല് ഒന്ന് എടുത്തു. തിരിച്ചിന് വീട്ടിലേക്ക്. എളുപ്പം ഭയങ്കരമായിട്ടൊരു മഴ പെയ്തു. ഞാൻ വരുമ്പോൾ നല്ല കാലാവസ്ഥയായിരുന്നു. പക്ഷേ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. വണ്ടി ബൈക്കാണ്. ബൈക്ക് എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള മഴ കേട്ടോ. പിന്നെ അതുകൊണ്ട് ഞാൻ തിരിച്ച് പോയേക്കുക. അപ്പം ഓക്കെ, ബൈ ബൈ. ഇന്നെങ്ങോട്ടാ ബംഗ്ലാവ് ചിരിക്കുന്നുണ്ട്. ക്യാമറ വാങ്ങാൻ തുടങ്ങിയല്ലേ. കേട്ടാക്കാം. എന്താ പറഞ്ഞൊന്നും കേട്ടാൻ അറിയില്ല. ഇതിൻ്റെ സൗണ്ട് കാരണം വല്ലാണ്ട് സൗണ്ട് വേറെ പോകും. എന്താ പറയുക, മങ്ങിപ്പോകും. ഇപ്പം കേൾക്കാൻ തോന്നുന്നു. ഇവിടെ വരാൻ വേണ്ടി ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം വഴികളൊന്നും അങ്ങനെ എഴുതിയൊന്നും വെച്ചിട്ടില്ല. ഞാൻ കൃത്യമായിട്ടുള്ള വഴി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഈ ലൊക്കാലിറ്റിയിലുള്ളവർക്ക് വന്ന് കാണാനുള്ളൊരു സ്ഥലം. ഇപ്പോൾ മഴ പെയ്തിട്ട് തോന്നുന്നു വെള്ളം കലങ്ങി വരുന്നുണ്ട്. അല്ലെങ്കിൽ എത്രമാത്രം വെള്ളമൊന്നും അറിയില്ല. ഇപ്പോൾ മഴ പെയ്തിട്ട് ഇച്ചിരി വെള്ളം വന്നിട്ടുണ്ട്. നല്ല സ്ഥലമാണ്. നിങ്ങളിലേക്ക് വരാനും താഴേക്ക് പോകാനും. അവിടെ വേറെ ആളുടെ വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്, വീഡിയോ എടുക്കുന്നുണ്ട്. ചെറിയൊരു സ്ഥലമായത്. അവിടെ ഒരു ഫാമുണ്ട്. ഇത് പ്രൈവറ്റ് ലാൻഡാണ്. മേളിൽ ആരൊക്കെ വന്ന് നിൽപ്പുണ്ട്. കാണാമെന്നറിയില്ല. 2 പേരുണ്ട്. അതൊക്കെ തിരിക്കുന്നുണ്ട്. ഞാനാണ് ബ്ലോഗും. അപ്പോൾ പിന്നെ ഓക്കെ, ബൈ. സീ യു ലേറ്റർ. സീ ഇൻ എ ഡിഫറെൻറ്റ് ലൊക്കേഷൻ.